Good morning all. Welcome to Civil Mantra. ഇന്നത്തെ ഈ വീഡിയോ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 ടോപ്പിക്സ് ആണ്. എന്താണ് ഫോം വർക്ക്, എന്താണ് സ്കഫോൾഡിംഗ്, എന്താണ് ഷോറിംഗ്, അവസാനത്തേത് എന്താണ് അണ്ടർ പിന്നിങ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് ഫോം വർക്ക് എന്നതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മോൾഡ് ഫോർ എ സ്ട്രക്ചർ in which fresh concrete is poured only to harden subsequently. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി എന്താണ് ഫോം വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ടെമ്പററി സ്ട്രക്ചറാണ്. പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറാണ് ഫോം വർക്ക് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഏത് ഷേപ്പിലാണോ നമുക്ക് കോൺക്രീറ്റ് ഹാർഡൻഡ് കോൺക്രീറ്റ് വേണ്ടത് ആ ഒരു ഷേപ്പ് കൊടുക്കും. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ബീം ആവാം, കോളം ആവാം, സ്ലാബ് ആവാം, വോളാവാം. അപ്പോൾ കോൺക്രീറ്റ് നമ്മൾ പോർ ചെയ്യുന്ന ഒരു ടെമ്പററി സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ ഫോം വർക്ക് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് ഫോം വർക്ക് കൺസ്ട്രക്ഷൻ ഡിപ്പെൻഡ് ഓൺ ഫോം വർക്ക് മെറ്റീരിയൽ ആൻഡ് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ എലിമെന്റ്. ആ സ്ട്രക്ചറൽ എലമെന്റിനെ അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോം വർക്കിനെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ ഓരോ കോൺക്രീറ്റ് സ്ട്രക്ചർ വ്യത്യാസം വരുന്നത്. ഫോം വർക്ക് ക്യാൻ ഓൾസോ ബി നെയിംഡ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ മെമ്പർ കൺസ്ട്രക്ഷൻ സച്ച് എസ് സ്ലാബ് ഫോം വർക്ക് ഫോർ യൂസ് ഇൻ സ്ലാബ്, ബീം ഫോം വർക്ക്, കോളം ഫോം വർക്ക് ഫോർ യൂസ്ഡ് ഇൻ ബീംസ് ആൻഡ് കോളംസ് റെസ്പെക്റ്റീവ്ലി. എന്ന് പറഞ്ഞാൽ സ്ലാബിന് യൂസ് ചെയ്യുന്ന ഫോം വർക്കിന് നമ്മൾ സ്ലാബ് ഫോം വർക്ക് എന്നും, കോളത്തിന് ഉപയോഗിക്കുന്നതിന് നമ്മൾ കോളം ഫോം വർക്ക് എന്നും, ബീമിനാണെങ്കിൽ നമ്മളത് ബീം ഫോം വർക്ക് എന്നും, വാൾസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് വാൾ ഫോം വർക്ക് എന്നും പറയപ്പെടുന്നു. The construction of formwork takes times and involves expenditure up to 20 to 25% of the cost of the structure or even more. ഈ ഫോം വർക്ക് നിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ ഫോം വർക്ക് മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ടോട്ടൽ സ്ട്രക്ചറിൻ്റെ 20 മുതൽ 25% വരെ എക്സ്പെൻഡിച്ചറും ഫോം വർക്കിന് ആവുന്നുണ്ട്. ഡിസൈൻ ഓഫ് ദീസ് ടെമ്പററി സ്ട്രക്ചേഴ്സ് ആർ മെയ്ഡ് ടു എക്കണോമിക് എക്സ്പെൻഡിച്ചർ. എക്കണോമിക്കലി നമ്മളിത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെമ്പററി സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്ത് നമ്മൾ എക്കണോമി ലഭിക്കാനുണ്ട് അല്ലെങ്കിൽ ലാഭം ലഭിക്കാനായിട്ട് നമ്മൾ വെറുതെ അത് നിർമ്മിക്കാതെ അതിനെ ഡിസൈൻ ചെയ്ത് നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യും. ദ ഓപ്പറേഷൻ ഓഫ് റിമൂവിംഗ് ദ ഫോം വർക്ക് ഈസ് നോൺ ആസ് സ്ട്രിപ്പിംഗ്. സ്ട്രിപ്പ് ഫോം വർക്ക് ക്യാൻ ബി റീയൂസ്ഡ്. എന്ന് പറഞ്ഞാൽ ഈ ഫോം വർക്ക് നമ്മൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സ്ട്രിപ്പിംഗ്. അത് ഈ സ്ട്രിപ്പ് ചെയ്തെടുക്കുന്ന ഈ ഫോം വർക്ക് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. റീയൂസബിൾ ഫോംസ് ആർ നോൺ ആസ് പാനൽ ഫോംസ് ആൻഡ് നോൺ യൂസബിൾ ആർ കോൾഡ് സ്റ്റേഷനറി ഫോംസ്. റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഫോം വർക്കിനെ അല്ലെങ്കിൽ ആ ഫോംസിനെ നമ്മൾ പാനൽ ഫോംസ് എന്നും, നമുക്ക് ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്നതിന് നമ്മൾ സ്റ്റേഷനറി ഫോംസ് എന്നും പറയും. അപ്പോൾ പാനൽ ഫോംസ്, സ്റ്റേഷനറി ഫോംസ് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ സ്ട്രിപ്പിംഗ് എന്ന് പറയുന്ന ടേമും നമ്മൾ ഓർത്തിരിക്കുക. ഇനി ഒരു ഫോം വർക്കിന് വേണ്ട കാര്യങ്ങൾ, ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഫോം വർക്കിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഷുഡ് ബി സ്ട്രോങ് എനഫ് ടു വിസ്റ്റൻഡ് ഓൾ ടൈപ്സ് ഓഫ് ഡെഡ് ആൻഡ് ലൈവ് ലോഡ്സ്. അത് സ്ട്രോങ് ആയിരിക്കണം. അവിടെ വരുന്ന എല്ലാ ലൈവ് ലോഡിനെയും അതോടൊപ്പം തന്നെ ഡെഡ് ലോഡിനെയും വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടി അതിനുണ്ടെങ്കിൽ, കാരണം അത് സ്ട്രോങ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി കൺസ്ട്രക്റ്റഡ് ആൻഡ് എഫക്റ്റീവ്ലി propped and braced both horizontally and vertically so as to retain its shape. നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരിക്കലും ഇളകി പോകാൻ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ കോൺക്രീറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് കിട്ടത്തില്ല. അതുകൊണ്ട് അത് റിജിഡ് ആയിരിക്കണം, കൺസ്ട്രക്ഷൻ സമയത്ത് റിജിഡ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഫിറ്റ് ചെയ്തും വച്ചിരിക്കണം, കാരണം അത് ഷേപ്പ് റീറ്റെയിൻ ചെയ്യണം.
The joints in the formwork should be tight against leakage of cement grout. നമ്മൾ കോൺക്രീറ്റ് pour ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ജോയിൻസിൽ ഒരു വിള്ളൽ പോലും വരാൻ പാടില്ല, അല്ലെങ്കിൽ ഗ്യാപ്പ് വരാൻ പാടില്ല. കാരണം പറഞ്ഞാൽ ഇപ്പം ഗ്യാപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു കോൺക്രീറ്റിൻ്റെ അകത്തുള്ള ഗ്രൗട്ട്, സിമെൻറ്റ് വാട്ടർ സോയിൽ മിക്സ് എന്ത് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ സിമെൻറ്റ് പ്ലസ് വാട്ടർ മിക്സ് എന്ത് ചെയ്യും, ഒലിച്ചു പോകാനുള്ള അല്ലെങ്കിൽ ലീക്ക് ആവാനായിട്ടുള്ള സാധ്യത. അതുകൊണ്ട് അത് എന്ത് ചെയ്യണം, ഫോം വർക്ക് ടൈറ്റ് ആയിരിക്കും. കൺസ്ട്രക്ഷൻ ഓഫ് ഫോം വർക്ക് ഷുഡ് പെർമിറ്റ് റിമൂവൽ ഓഫ് വേരിയസ് പാർട്സ് ഇൻ ഡിസൈഡ് സീക്വൻസ് വിത്തൗട്ട് ഡാമേജ് ടു ദ കോൺക്രീറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യുന്നതും കൺസ്ട്രക്ട് ചെയ്യുന്നതും ആ കോൺക്രീറ്റിനൊരു പ്രശ്നം വരാത്ത രീതിയിൽ ആയിരുന്നു. ദ മെറ്റീരിയൽ ഓഫ് ദ ഫോം വർക്ക് ഷുഡ് ബി ചീപ്പ്, ഈസിലി അവൈലബിൾ ആൻഡ് ഷുഡ് ബി സ്യൂട്ടബിൾ ഫോർ യൂസ്. ആ മെറ്റീരിയൽസ് നമ്മൾ ഫോം വർക്കിന് വേണ്ടി ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ചീപ്പായിരിക്കണം, ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കും, പെട്ടെന്ന് നമ്മൾ എവിടെ പോയി ചോദിച്ചാലും കിട്ടുന്ന രീതിയിലായിരിക്കണം. പിന്നെ അത് റീയൂസ് ചെയ്യാനും പറ്റണം. The formwork should be set accurately to the desired line and levels should have plain surface. അതൊരു പ്ലെയിൻ സർഫസ് ആയിരിക്കും. കാരണം പ്ലെയിൻ സർഫസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യണം, നല്ല രീതിയിൽ പ്ലാസ്റ്ററിങ്. അപ്പം നല്ല സ്മൂത്ത് സർഫസ് ആണ്, അതോടൊപ്പം തന്നെ പ്ലെയിൻ സർഫസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്ററിങ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഇറ്റ് ഷുഡ് ബി എ ലൈറ്റ് ആസ് പോസിബിൾ. വെയിറ്റ് കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ നല്ലതാണ്. ദ മെറ്റീരിയൽ ഓഫ് ദ ഫോം വർക്ക് ഷുഡ് നോട്ട് റാപ്പ് ഓർ ഗെറ്റ് ഡിസ്റ്റോർഡ് വെൻ എക്സ്പോസ്ഡ് ടു ദ എലമെന്റ്സ്. ഇത് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് എലമെന്റ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ എലമെന്റ്സ്, ഫോം വർക്കിൻ്റെ എലമെന്റ്സ് ഇപ്പം വെള്ളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറിലൊക്കെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് അത് ചേഞ്ചസ് വരാൻ പാടില്ല, അത് സ്റ്റിഫായിരിക്കണം. ഇറ്റ് ഷുഡ് ബി റെസ്റ്റ് ഇൻ ഫോം ബേസ്. വേറെ ഒന്നുമില്ല, നല്ല നേരത്തെ പറഞ്ഞ തന്നെ എങ്ങനെയാണോ നമ്മളത് കൺസ്ട്രക്ഷൻ സൈഡിലോട്ട് കൊണ്ടുവന്ന ആ ഒരു രീതിയിൽ അത് നല്ല ഫോം ബേസിൽ ഇരിക്കണം. ഇനി ടൈപ്സ് ഓഫ് ഫോം വർക്കാണ്. അപ്പം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒന്നല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ഫോം വർക്ക് നമ്മൾ ബേസിക്കലി നോക്കുന്നത് അതിൻ്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുക, ഇപ്പോൾ ടിമ്പർ കൊണ്ടുണ്ടാക്കിയ ഫോം വർക്കിന് എന്ത് പേര് പറഞ്ഞു, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. അതുകൊണ്ടാണ് അത് നമ്മൾ വലുതായിട്ട് ഡിസ്കസ് ചെയ്യാത്തത്. ഫോം വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ക്ലാസ് ചെയ്യുന്നത് മൂന്നായിട്ടാണ്: ടിമ്പർ ഫോം വർക്ക്, സ്റ്റീൽ ഫോം വർക്ക്, പ്ലൈവുഡ് ഫോം വർക്ക്. ഈ 3 ടൈപ്പാണ് ഫോം വർക്ക് ഉള്ളത്. അപ്പോൾ ഫോം വർക്കിനെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കുന്നത്. ഇനി എന്താണ് സ്കഫോൾഡിങ്? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഈ ഫോം വർക്കും സ്കഫോൾഡിങ് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നത് നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്. ഡിഫറൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഡിഫറൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഫോം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറാണ്. ഇപ്പോൾ കോൺക്രീറ്റ് സ്ട്രക്ചറിനെ അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറാണ് ഏത്, ഫോം വർക്ക് എന്ന് പറയുന്നത്. സ്കാഫോൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് ഒരു വർക്കറിനെ, വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് സ്കാഫോൾഡിങ് എന്ന് പറയുന്നത്. സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെ ഫോം വർക്ക് എന്നും, വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണെങ്കിൽ അതിനെ സ്കാഫോൾഡിങ് എന്ന് പറയും. സ്കാഫോൾഡിങ് എന്താണെന്ന് നോക്കാം. When height above the floor level exceed 1.5 meter, a temporary structure is erected close to the wall to provide a safe working platform for workers. ഇപ്പോൾ ഒരു ഫ്ലോർ ലെവലിൻ്റെ ഹൈറ്റ് 1.5 മീറ്ററിനേക്കാളും കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു സാധാരണ ഒരു മനുഷ്യന് കൈയെത്തി പണി ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണെങ്കിൽ അവിടെ നമ്മളൊരു ടെമ്പററി സ്ട്രക്ചർ എറക്റ്റ് ചെയ്യും. വാളിന് പാരലായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വാളിന് ചേർന്നൊരു ടെമ്പററി സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യും, അവിടെ എറക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്കാഫോൾഡിങ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, സ്മൂത്തായിട്ട് വർക്ക് നടക്കാൻ വേണ്ടി വർക്കേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറാണ് സ്കാഫോൾഡിങ് എന്ന് പറയുന്നത്. ഇനി സ്കാഫോൾഡിങ്ങിൻ്റെ ടെക്നിക്കൽ ടേംസ് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഈ ഒരു ഫിഗർ നോക്കുന്ന സമയത്ത് ഇങ്ങനെ വരുന്നൊരു
അത് ഒരു വെർട്ടിക്കൽ മെമ്പറാണ്. അതാണ് ഈ ടോട്ടൽ സ്കഫോൾഡിങ്ങിനെ ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അതൊരു വെർട്ടിക്കൽ മെമ്പറാണ്. ഇനി അത് ഗ്രൗണ്ടിൽ ടോട്ടൽ മെമ്പറിന് അല്ലെങ്കിൽ ടോട്ടൽ സ്കഫോൾഡിങ്ങിനെ ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റാൻഡേർഡ്സ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ലെഡ്ജർ. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ മെമ്പർ പാരലൽ ടു വാൾ. എന്ന് പറഞ്ഞാൽ ഇതാണ് ലെഡ്ജർ. ഇതാ പോകുന്നതാണ് ലെഡ്ജർ. ഇതൊരു ഹൊറിസോണ്ടൽ മെമ്പറാണ്, അത് വാളിന് പാരലൽ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഫുട്ട് ലോക്സ്. ട്രാൻസ്വേഴ്സ് പീസ് വിച്ച് ആർ പ്ലേസ്ഡ് ഓൺ ലെഡ്ജർ ആൻഡ് സപ്പോർട്ടഡ് ഓൺ ദ വാൾ അറ്റ് വൺ എൻഡ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു വാൾ ഇരിക്കുകയാണ്. ഇതൊരു വാളെന്ന് വിചാരിക്കുക. നമ്മളിവിടെ ഒരു സ്കഫോൾഡിങ് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ വോളാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വർക്കേഴ്സിന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു പ്ലാറ്റ്ഫോം ഇടണം. പ്ലാറ്റ്ഫോമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലെഡ്ജറിൻ്റെ പുറത്ത് നിന്ന് ഈ വാളൊരു ഹോൾ കാണുമെന്ന് വെച്ചു. ആ ഹോളിൻ്റെ അകത്ത് നിന്ന് അല്ലെങ്കിൽ വാളിനെ സപ്പോർട്ട് ചെയ്ത് നമ്മളൊരു ഈ ലെഡ്ജറിൽ ഒരു സപ്പോർട്ട് കാണും, അതോടൊപ്പം തന്നെ വാളിൽ അടുത്ത സപ്പോർട്ട്. അങ്ങനെ നമ്മളൊരു കുറുകെ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ആയിട്ട് നമ്മളൊരു പീസ് ഇടുവാണെന്ന് വെച്ചു. ഇപ്പോൾ സ്റ്റീലാണെങ്കിൽ സ്റ്റീൽ, വുഡ് ആണെങ്കിൽ വുഡ്, എന്തോ ആയിക്കോട്ടെ പീസ് ഇടുക. അതിനെ പറയുന്ന പേരാണ് ഫുട്ട് ലോക്സ്. ഫുട്ട് ലോക്സ് എന്ന് പറഞ്ഞാൽ ലെഡ്ജറിലായിരിക്കും സപ്പോർട്ട്, ഒരു സപ്പോർട്ട് വാളിലായിരിക്കും. ലെഡ്ജറിൽ തന്നെ ഫുട്ട് ലോക്സിനെ പോലത്തെ ഒരു സാധനം തന്നെയാണ്. ഫുട്ട് ലോക്സിനെ പോലത്തെ ഒരു സാധനം തന്നെയാണ് ട്രാൻസ്ഫോംസ് എന്ന് പറയുന്നത്. ഇപ്പം ലെഡ്ജറിൽ തന്നെയാണ് അതിൻ്റെ രണ്ട് എൻഡും വരുന്നതെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ പറയാം, ഇങ്ങനെ ഇരിക്കുന്നു രണ്ട് ലെഡ്ജർ. ഇവിടെ നിന്ന് ഇവിടെ വോളിലൊന്നുമല്ല, ഈ ഒരു ലെഡ്ജറിൻ്റെ എൻഡിൽ നിന്ന് അടുത്തൊരു ലെഡ്ജറിൻ്റെ എൻഡിലോട്ടാണ് നമ്മുടെ ട്രാൻസ്വേഴ്സ് പീസ് ഇരിക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോംസ്. ഫുട്ട് ലോക്സ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് ലെഡ്ജറിലും ഒരു എൻഡ് വോളിലും ആയിരിക്കും. ട്രാൻസ്ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൻഡ് എവിടെ ആയിരിക്കും? ലെഡ്ജറിലായിരിക്കും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബ്രേസസ്. ഡയഗണൽ ഓർ ക്രോസ് പീസ് ഫിക്സ്ഡ് ഓൺ സ്റ്റാൻഡ്സ്. നമുക്കറിയാം സ്റ്റാൻഡേർഡ്സ് ഇങ്ങനെ ഇരിക്കും. ഇവിടെ നമ്മൾ എന്തുണ്ടാവും? ലെഡ്ജർ ഉണ്ടാവും, ലെഡ്ജറും ഫുട്ട് ലോക്സ് ഉണ്ടാവും. ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം കൊടുത്തിരിക്കും, എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഡിസ്ലൊക്കേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി, ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടി അതിനെ ഡയഗണലായിട്ട് അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പീസിനെയാണ് നമ്മൾ ബ്രേസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്ലാങ്ക് ഓർ ബോഡി ഓർ പ്ലാറ്റ്ഫോം. എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നു, ലെഡ്ജറും ഫുട്ട് ലോക്സ് അല്ലെങ്കിൽ ട്രാൻസ്ഫോംസും കാണും. ഈ ട്രാൻസ്ഫോംസിൽ എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്ലാങ്ക് ഓർ ബോഡി ഓർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബ്രിഡിൽ. പീസ് യൂസ്ഡ് ടു ബ്രിഡ്ജ് ആൻ ഓപ്പണിംഗ് in a wall and it support one end of the foot locks at the opening. ബ്രിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു സൈറ്റിൽ വർക്ക് നടക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു വാളുണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ജനലുണ്ടെന്ന് വെച്ചോ. ഇവിടെ ഒരു ജനലുണ്ട്, അല്ലെങ്കിൽ ഒരു ഡോർ ആവാം, ജനലാവാം. ഒരാൾ വർക്ക് ചെയ്യാണ്, ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ജനൽ ഒരു ഓപ്പണിങ്, ഒരു ബിൽഡിങ്ങിൻ്റെ ഓപ്പണിങ്ങിൽ നിന്ന് നമ്മുടെ സ്കഫോൾഡിങ്ങിൻ്റെ ഫുട്ട് ലോക്സ് വരെ നമ്മളൊരു പീസ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നെങ്കിൽ അതൊരു ബ്രിഡ്ജായിട്ട്. താഴെ ഫുള്ള് ഓപ്പണിങ് ആയിരിക്കും. ഇവിടെ ഒരു ജനൽ അല്ലെങ്കിൽ കതവായിരിക്കും. ആ കതവിൽ അല്ലെങ്കിൽ ജനലിൽ നിന്ന്
ഈ ഒരു ഫുഡ് ലോക്സ് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്രിഡ്ജ് പോലെ ഒരു വുഡ് പ്ലാങ്ക് വലയിട്ടെന്ന് വെച്ചോ, അതിനെയാണ് പറയുന്നത് നമ്മൾ ബ്രിഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഗാർഡ് റെയിൽ. ഗാർഡ് റെയിൽ എന്ന് പറഞ്ഞാൽ റെയിൽ പ്രൊവൈഡഡ് ലൈക്ക് ലെഡ്ജർ അറ്റ് ദ വർക്കിംഗ് ലെവൽ ടു എൻഷുർ സേഫ്റ്റി. ഇത് കണ്ടോ, നമ്മുടെ ഇതുണ്ട് ഇവിടെ ലെഡ്ജർ. അപ്പോൾ ഒരു അടുത്ത ലെഡ്ജറിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആള് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഹാൻഡിൽസ് പോലെ എന്താ നമ്മൾ രണ്ട് സപ്പോർട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി വെറുതെ സപ്പോർട്ട് കൊടുക്കും. അതിനാണ് ഗാർഡ് റെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്ട്രോ ബോർഡ്. അതേപോലെ തന്നെ ഗാർഡ് റെയിലിന് താഴെയായിട്ട് നമ്മളൊരു പീസ് ഓഫ് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റാങ്കർ. റാങ്കർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോട്ടൽ ഷോറിങ്ങിന് ഗ്രൗണ്ടിൽ സപ്പോർട്ട്, നമുക്ക് ഗ്രൗണ്ടിൽ സപ്പോർട്ട് ഉണ്ട് എങ്കിലും അത് ചരിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻക്ലൈൻഡ് സപ്പോർട്ട് കൊടുക്കും. നമ്മൾ ഫിഗർ നോക്കുമെങ്കിൽ കണ്ടോ, ഈ സാധനം ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കും. ആ സപ്പോർട്ടിനെ പറയുന്ന പേരാണ് റാങ്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, ഈ 10 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി ടൈപ്സ് ഓഫ് സ്കഫോൾഡിംഗ് ആണ്. ടൈപ്സ് ഓഫ് സ്കഫോൾഡിംഗ് ഫസ്റ്റ് വൺ ഈസ് സിംഗിൾ സ്കഫോൾഡിംഗ്. ഇതിന് നമ്മൾ പുട്ട് ലോഗ് ഓർ ബ്രിക്ക് ലെയർ സ്കഫോൾഡിംഗ് എന്ന് പറയും. പുട്ട് ലോഗ് ഓർ ബ്രിക്ക് ലെയർ സ്കഫോൾഡിംഗ് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ ബ്രിക്ക് വർക്കിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്ന സ്കഫോൾഡിംഗ് ആണ് സിംഗിൾ സ്കഫോൾഡിംഗ്. ഇതിൻ്റെ ഓരോ സ്റ്റാൻഡേർഡ്സിൻ്റെയും തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 2 മുതൽ 2.5 മീറ്റർ വരെയാണ് ഓരോ സ്റ്റാൻഡേർഡ്സിൻ്റെയും തമ്മിലുള്ള സ്പേസിംഗ്. സ്റ്റാൻഡേർഡ് ഈസ് അറ്റ് 1.2 മീറ്റർ ഫ്രം വാൾ. വാളിൽ നിന്ന് 1.2 മീറ്റർ ആണ് ഏത് സ്റ്റാൻഡേർഡ്സിൻ്റെ ദൂരം. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെഡ്ജർ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 1.2 to 1.8 മീറ്റർ ആണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫുട്ട് ലോക്സ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.2 to 1.8 മീറ്റർ. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെഡ്ജറും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫുട്ട് ലോക്സും സെയിം തന്നെയാണ്, 1.2 to 1.8 മീറ്റർ ആണ്. അപ്പോൾ ഇതാണ് സിംഗിൾ സ്കഫോൾഡിങ്ങിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് ഡബിൾ സ്കഫോൾഡിംഗ്. അതിന് നമ്മൾ സെൽഫ് സ്റ്റെബിലൈസിങ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ സ്റ്റാൻഡേർഡ്സ് തമ്മിലുള്ള സ്പേസിങ് 2 മുതൽ 2.5 മീറ്റർ വരെ തന്നെയാണ്. സ്റ്റാൻഡേർഡ് ഈസ് അറ്റ് വാളിൽ നിന്ന് 200 മുതൽ 300 mm വരെ ആയിരിക്കും. ഇത് നമ്മൾ നേരത്തെ അതിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ്. 1.2 മീറ്റർ എന്നാണ് നമ്മൾ സിംഗിൾ സ്കഫോൾഡിങ്ങിൽ പഠിക്കുന്നത്. പക്ഷേ ഡബിൾ സ്കഫോൾഡിങ് വരുന്ന സമയത്ത് 200 മുതൽ 300 mm വരെയാണ് വാളിൽ നിന്ന് സ്പേസിങ്, സ്റ്റാൻഡേർഡ്സിൻ്റെ ദൂരം. നെക്സ്റ്റ് വൺ ഈസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെഡ്ജറും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫുഡ് ലോക്സും സെയിം തന്നെയാണ്, 1.2 to 1.8 മീറ്റർ തന്നെയാണ്. ഇനി സ്പേസിങ് ബിറ്റ്വീൻ 2 റോ ഓഫ് സ്റ്റാൻഡേർഡ്, 2 സ്റ്റാൻഡേർഡ്സിൻ്റെ റോ തമ്മിലുള്ള സ്പേസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മീറ്റർ തന്നെയാണ്, 1 മീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഡബിൾ സ്കഫോൾഡിങ്ങിൽ നമ്മൾ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് നീഡിൽ സ്കഫോൾഡിങ്. ഇതിനെ നമ്മൾ വേറെ നെയിമാണ് കാൻഡിലിവർ സ്കഫോൾഡിംഗ് എന്നത്. യൂസ്ഡ് വെൻ പ്രോപ്പർ ഹാർഡ് ഗ്രൗണ്ട് ഈസ് നോട്ട് അവൈലബിൾ. കറക്റ്റ് ആയിട്ടുള്ളൊരു ഹാർഡ് ഗ്രൗണ്ട് നമുക്കില്ല, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സ്കഫോൾഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹാർഡായിട്ടുള്ളൊരു ഗ്രൗണ്ട് ഇല്ല എന്നെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്കഫോൾഡിംഗ് ആണ് നീഡിൽ സ്കഫോൾഡിംഗ്. നമ്മളിങ്ങനെ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, മണ്ണിൻ്റെ അടിയിലോട്ട് ഉണ്ടാക്കും, എന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യും. അതിനാണ് നീഡിൽ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സസ്പെൻഡഡ് സ്കഫോൾഡിംഗ്. ലൈറ്റ് ടൈപ്പ് ഫോർ മെയിൻ്റനൻസ്. ഇത് ലൈറ്റ് ടൈപ്പ് ആയിട്ടുള്ള സ്കഫോൾഡിംഗ് ആണ്, മെയിൻ്റനൻസ് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പറഞ്ഞാൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് നമ്മൾ സിനിമയിലേക്ക് കാണുന്ന ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ
ഉണ്ട്. ഗ്രൗണ്ടിന് ഇതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കത്തില്ല. മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും ഇത് ഹാങ് ചെയ്തായിരിക്കും ഇതിട്ടിരിക്കുന്നത്. ഒരു സസ്പെൻഡ് ടൈപ്പ് സ്കഫോൾഡിംഗ്. നെക്സ്റ്റ് വൺ ഈസ് ടെറസ്ട്രൽ സ്കഫോൾഡിംഗ്. ടെറസ്ട്രൽ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 5 മീറ്റർ വരെയുള്ള ഹൈറ്റിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്കഫോൾഡിംഗ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഫിഗർ ഒക്കെ മനസ്സിലാവും. പ്ലാറ്റ്ഫോം ഈസ് സപ്പോർട്ടഡ് ഓൺ മൂവബിൾ ഡിവൈസസ്. കാരണം ഒരു പ്ലേസിൽ നിന്ന് ട്രോളിയിലൊക്കെ ആയിരിക്കും ഇത് സപ്പോർട്ട് ചെയ്തത്. ഒരു പ്ലേസിൽ നിന്ന് നമുക്ക് ഉരുട്ടി മാറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് ടെറസ്ട്രിയൽ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റീൽ സ്കഫോൾഡിംഗ്. നമ്മൾ മെയിൻലി കാണുന്ന ഒരു ടൈപ്പ് സ്കഫോൾഡിംഗ് ആണ്. സ്റ്റീൽ ട്യൂബ്സ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. 40 മുതൽ 50 mm വരെയുള്ള ഡയമീറ്ററാണ് ഈ സ്റ്റീൽ ട്യൂബ്സിനുള്ളത്. അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 mm ആണ്. ഇതാണ് സ്റ്റീൽ സ്കഫോൾഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ ട്യൂബ്സ് കൊണ്ടാണ്. നെക്സ്റ്റ് വൺ ഈസ് ലാഡർ സ്കഫോൾഡിംഗ്. മോഡിഫൈഡ് ഫോം ഓഫ് ഡബിൾ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഡബിൾ സ്കഫോൾഡിങ്ങിൻ്റെ മോഡിഫൈഡ് ഫോമാണ്. അവിടെ ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഡർ പോലത്തെ ഇങ്ങനെ കയറി നിന്ന് വർക്ക് ചെയ്യാൻ ലാഡർ പോലെ ഒരു സംഭവം കൂടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇത് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇത്രയാണ് ടൈപ്സ് ഓഫ് സ്കഫോൾഡിങ്ങിന് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഷോറിംഗ്. ഷോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംടൈംസ് ഒരു സ്ട്രക്ചർ ടെമ്പറലി നമുക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോം വർക്കിൽ പറഞ്ഞ് ടെമ്പററി സപ്പോർട്ട് തന്നെയാണ്. പക്ഷെ അത് മാനുഫാക്ചറിങ് ടൈമിലുള്ള ടെമ്പററി സ്ട്രക്ചറാണ് ഫോം വർക്ക്. ഷോറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, നമുക്ക് ഒരു പാർട്ട് ഒരു മതിലിൻ്റെ ഒരു പാർട്ട് നമുക്ക് പൊളിക്കാം. അപ്പം അപ്പുറത്തെ പാർട്ട് നമുക്ക് പൊളിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെമ്പററി ആയിട്ടുള്ള അതിനൊരു സപ്പോർട്ട് കൊടുക്കും. അതിനെയാണ് ഷോറിംഗ് എന്ന് പറയുന്നത്. സംടൈംസ് ദ സ്ട്രക്ചർ ആർ ടു ബി ടെമ്പററി സപ്പോർട്ട് which is known as shoring. It is used when adjacent structure to be dismantled, cracked due to unequal settlement of foundation. Defective walls are to be dismantled and rebuilt. അതാണ് ഒരു കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു സ്ട്രക്ചറിനെ വീണ്ടും ടെമ്പററി സ്ട്രക്ചർ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഷോറിംഗ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഷോറിംഗ്. ഫസ്റ്റ് വൺ ഈസ് റാങ്കിങ് ഷോറിംഗ്. റാങ്കിങ് ഷോറിംഗ് നമുക്കറിയാം. നമ്മൾ നേരത്തെ റാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പഠിച്ചു. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പേഴ്സ്. ഇൻ ദിസ് മെത്തേഡ് ഇൻക്ലൈൻഡ് മെമ്പേഴ്സ് കോൾഡ് റാങ്കേഴ്സ് ആർ യൂസ്ഡ് ടു ഗിവ് ലാറ്ററൽ സപ്പോർട്ട് ടു ദ വാൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോളാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ വോളിനെ സപ്പോർട്ട് ലാറ്ററലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഇനി അതിൻ്റെ റാങ്കേഴ്സിൻ്റെ ഇൻക്ലിനേഷൻ 45 ഡിഗ്രി മുതൽ 75 ഡിഗ്രി വരെയാണ്. 45 ഡിഗ്രി മുതൽ 75 ഡിഗ്രി വരെയാണ് റാങ്കേഴ്സിൻ്റെ ഇൻക്ലിനേഷൻ. റൈഡർ റാങ്കേഴ്സ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ദ ലെങ്ത് ഓഫ് റാങ്കേഴ്സ്. റൈഡർ ടൈപ്സ് റാങ്കേഴ്സ് ആണ് റാങ്കേഴ്സിൻ്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനാണ് റാങ്കിങ് ഷോറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫ്ലൈയിങ് ഓർ ഹൊറിസോണ്ടൽ ഷോർസ്. ഇറ്റ് പ്രൊവൈഡ്സ് horizontal support to two parallel party walls when removal or collapse of the intermediate building takes place. എന്ന് പറഞ്ഞാൽ ഡബിൾ സപ്പോർട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 2 പാരലൽ ആയിട്ടുള്ള, ഇത് നോക്കുന്ന സമയത്ത് അറിയാം, 2 പാരലൽ ആയിട്ടുള്ള വാൾസിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. അവിടെ നമ്മൾ കൊടുക്കുന്ന ഇതിനാണ് ഫ്ലൈയിങ് ഓർ ഹൊറിസോണ്ടൽ ഷോർ. കണ്ടോ, ഇതാണ് ഒരു ഫിഗർ. ഇൻക്ലിനേഷൻ ഓഫ് സ്ട്രട്ട്. അതിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ 45 മുതൽ 60 ഡിഗ്രി വരെ ആയിരിക്കും അതിൻ്റെ ഇൻക്ലിനേഷൻ വരുന്നത്. ഇനി ഡിസ്റ്റൻസ് ഓഫ് വാൾ 9 മീറ്ററിനെക്കാളും കുറവാണ്. ഡിസ്റ്റൻസ് ഓഫ് വാൾ 9 മീറ്ററിനെക്കാളും കുറവാണെങ്കിൽ നമ്മൾ സിംഗിൾ ഫ്ലൈ ഷോസ് ആണ് ഉപയോഗിക്കുന്നത്. 9 മുതൽ 12 മീറ്റർ വരെയാണ് വാളിൻ്റെ ഡിസ്റ്റൻസ് എങ്കിൽ അവിടെ നമ്മൾ ഡബിൾ ഫ്ലൈയിങ് ഷോസ് അല്ലെങ്കിൽ ഡബിൾ ഹൊറിസോണ്ടൽ ഷോസ്, ഇതാണ് ഡബിൾ ഹൊറിസോണ്ടൽ ഷോസ് എന്ന് പറയുന്നത്. ഇത് സിംഗിൾ ഹൊറിസോണ്ടൽ ഷോസ്, ഇത് ഡബിൾ ഹൊറിസോണ്ടൽ ഷോസ് എന്ന് പറയും. ഡെപ്ത്, ഇതിൻ്റെ ഡെപ്ത് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/30 ഇൻറ്റു ക്ലിയർ സ്പാൻ. ക്ലിയർ സ്പാൻ ഇൻറ്റു 1/30 ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ പറ്റും. വിഡ്ത്ത് ആണെന്നുണ്ടെങ്കിൽ 1/50 ഇൻറ്റു ക്ലിയർ സ്പാൻ. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഡിസ്റ്റൻസ് ഓഫ് വാളിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്, ഇൻക്ലിനേഷൻ ഡിഗ്രി എന്താണ്, ഡെപ്തും വിഡ്ത്തും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫോർമുല, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക.
Next one is dead or vertical shores. Dead shores is a shoring system in which a dead shore in the form of vertical members support horizontal needles which transfers the load of the walls, roofs and floors etc. ഇവിടെ നമ്മൾ വാൾസിലും റൂഫ്സിലും ഫ്ലോർസിലും ആ ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡെഡ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഷോർസ് ഉപയോഗിക്കുന്നത്. ദ നീഡിൽസ് ട്രാൻസ്ഫർ ദ ലോഡ് ഓഫ് ദ വോൾ എക്സെട്ര ടു ദ ഡെഡ് ഷോർസ്. കാരണം ഈ ഒരു നീഡിലുണ്ടാവും, നീഡിൽ ടൈപ്പ് ആയിരിക്കും, അതെന്ത് ചെയ്യും, ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും, ഈ നീഡിൽ ഈ ഡെഡ് ഷോറിലോട്ട് എന്ത് ചെയ്യും, ഈ ലോഡ് വാളിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ റൂഫിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ ഫ്ലോറിൻ്റെ ആയിരിക്കും. ഈ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡെഡ് ഷോർസിലാണ് നീഡിൽ എന്ത് ചെയ്യുന്നത്, ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി എന്താണ് അണ്ടർ പിന്നിങ്? അണ്ടർ പിന്നിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എല്ലാം പഠിച്ചത് സ്ട്രക്ചർ, കാണാൻ പറ്റുന്ന സ്ട്രക്ചറിലാണ്. എന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിന് മുകളിലുള്ള സ്ട്രക്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. ഇനി നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നമ്മൾ അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ്. ആ ഒരു ടേമിനെ പറയുന്ന പേരാണ് അണ്ടർ പിന്നിങ്. പ്ലേസിംഗ് ഓഫ് ന്യൂ ഫൗണ്ടേഷൻ ബിലോ ആൻ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ ഓർ ദ പ്രോസസ് ഓഫ് സ്ട്രെങ്തനിങ് ദ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ. ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ആ ഫൗണ്ടേഷന് താഴെ വേറൊരു ഫൗണ്ടേഷൻ കൊടുക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഉള്ള ഫൗണ്ടേഷനെ വീണ്ടും നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അണ്ടർ പിന്നിങ് എന്ന് പറയുന്നത്. രണ്ട് മെത്തേഡാണുള്ളത്, പിറ്റ് മെത്തേഡും അതോടൊപ്പം തന്നെ പൈൽ മെത്തേഡും. പിറ്റ് മെത്തേഡ് ആണെങ്കിൽ വൺ സെക്ഷൻ ഈസ് എക്സ്കവേറ്റഡ് അറ്റ് എ ടൈം, ഒരു സെക്ഷൻ മാത്രമേ ഒരിക്കൽ എക്സ്കവേറ്റ് ചെയ്യത്തുള്ളൂ. ഇഫ് ദ ലെങ്ത് ഈസ് മോർ അണ്ടർ പിന്നിങ് സ്റ്റാർട്ടഡ് ഫ്രം മിഡിൽ ആൻഡ് എക്സ്റ്റെൻഡഡ് ഇൻ ബോത്ത് ഡയറക്ഷൻ. ഇപ്പം ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് നടുക്ക് അണ്ടർ പിന്നിങ് നടത്തും, പിന്നെ അത് രണ്ട് ഡയറക്ഷനിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകും. അടുത്ത പൈൽ മെത്തേഡാണ്. നീഡിൽ ആക്ട് ആസ് എ പൈൽ ക്യാപ്പ്. അവിടെ ഒരു നമ്മളൊരു നീഡിൽ വയ്ക്കും, ആ നീഡിൽ പൈൽ ക്യാപ്പ് ആക്ട് ചെയ്യും. ദ ലോഡ് ട്രാൻസ്ഫേർഡ് ടു ദ പൈൽ ക്യാപ്പ് ആൻഡ് ട്രാൻസ്ഫേർഡ് ടു പൈൽ ദെൻ ടു ഫൂട്ടിംഗ്. ആദ്യം നമ്മൾ കൊടുക്കുന്ന ലോഡ് ആദ്യം പൈൽ ക്യാപ്പിലായിരിക്കും വരുന്നത്, പിന്നെ അത് പൈലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും, അവസാനമായിരിക്കും അത് ഫൂട്ടിങ്ങിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പൈൽ മെത്തേഡും പിറ്റ് മെത്തേഡും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ എന്താണ് അണ്ടർ പിന്നിങ് എന്നുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ.